ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ ചാപ്റ്റർ 3 മെട്രിസസ്. മെട്രിക്സ് ഈസ് ആൻ ordered rectangular arrangement of numbers or functions. Matrices are denoted by capital letters. മെട്രിക്സ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യുക. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓർഡറായിട്ട് നമ്പേഴ്സിനെയോ ഫങ്ഷൻസിനെയോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. എ ഈക്വൽ ടു, കണ്ടോ, ക്യാപിറ്റൽ ലെറ്ററിലാണ് മെട്രിക്സ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എ ഈക്വൽ ടു മെട്രിക്സ് 2 3 4 6 7 8. B equal to matrix 1 plus I 7 minus 3 J. C equal to matrix sin theta minus cos theta minus 7 1. അപ്പം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. മെട്രിക്സിൽ ഈ ഇതിനെന്താ പറയുക, 2/3 മെട്രിക്സ്. എന്തുകൊണ്ടാണ്? 2 എന്ന് പറഞ്ഞാൽ റോസും 3 എന്ന് പറഞ്ഞാൽ കോളംസും. ഏതാണ് റോ? ഈ മെട്രിക്സിൽ ഏതാ റോ? ഇതാണ് റോ 1, റോ 1 കണ്ടോ, ഇത് 2. അപ്പോൾ 2 കോളം എത്ര ഉണ്ട് നോക്കുക, 1 2 3. അപ്പോൾ 3 കോളംസ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം, 2/3. 2 into 3 എന്നല്ല നമ്മൾ പറയാം, 2/3 മെട്രിക്സ്. ബി ഈക്വൽ ടു മെട്രിക്സ് 1 plus I 7 minus 3 J. അപ്പോൾ അത് എന്ത് മെട്രിക്സ് ആയിരിക്കും നോക്കാം. നമുക്ക് എത്ര റോ ഉണ്ടെന്നാണ് ആദ്യം പറയുന്നത്. 2/2 മെട്രിക്സ് ആണിത്. എന്തുകൊണ്ടാണ് 2? എത്ര റോ ഉണ്ട് ഇതിൽ? ഉണ്ടോ, ഒരു റോ. എത്ര കോളം ഉണ്ട്? ഉണ്ടോ, റോകൾ ഒരു റോ 2 റോ. അപ്പോൾ കോളം എത്ര ഉണ്ട്? ഇതാണ് കോളം. 2 റോയും 2 കോളം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും 2/2 മെട്രിക്സ്. ഇതിൽ ആദ്യം പറയുന്നതാണ് റോ, രണ്ടാമത് പറയുന്നതാണ് കോളം. സി, ആ മെട്രിക്സ് സിയിൽ എത്രയുണ്ട്? സി ഈക്വൽ ടു മെട്രിക്സ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ മൈനസ് 7 1. എത്ര റോയും എത്ര കോളം ഉണ്ട്? 2 റോയും ഉണ്ട് 2 കോളം ഉണ്ട്. അപ്പോൾ 2/2 മെട്രിക്സ്. നോക്കുക, റോ ഒന്നുകൂടി പറയാം എങ്ങനെയാണ് 2/3 മെട്രിക്സ് ആയിരുന്നു. 2 ഇതാണ് റോ. ഇതിൽ ഈ മെട്രിക്സ് നമുക്ക് തരുമ്പോൾ ഇതിൽ എത്ര റോ ഉണ്ട് അതാണ് ഇവിടെ വരുന്നത്. ഇതാണ് റോ, നമ്പർ ഓഫ് റോസ്. ഇതാണ് നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ്. നേരെയാണ് റോസ്. നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ, ഇതാണ് കോളംസ്. എത്ര കോളം ഉണ്ട്? ഉണ്ടോ, 1 കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. കണ്ടില്ലേ? റോ കണ്ടോ, 2 3 4 ഫസ്റ്റ് റോ, 6 7 8 സെക്കൻഡ് റോ. അവിടെ റോ ഇതിൽ 2 എണ്ണം ഉണ്ട്, കോളം ഇതിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത് പഠിച്ചു. നമ്മൾ മെട്രിക്സ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. മെട്രിക്സ് ഡിനോട്ട് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലുള്ള റെക്റ്റാങ്കിൾ ആയിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ നമ്പേഴ്സ് ചെയ്യും. വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുക? 2 3 4 6 7 8. ഇതെങ്ങനെയല്ല നമ്മൾ വായിച്ചു പോവുക, നേരെ റോയിലാണ് നമ്മൾ റോയിലാണ് നമ്മൾ വായിക്കുക. എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് അതാണിത്, എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട് അതാണിത്. ഇനി അടുത്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്ത്? ഇഫ് എ മെട്രിക്സ് കണ്ടെയ്ൻസ് m റോസ് ആൻഡ് n കോളംസ്, ഇറ്റ്സ് ഓർഡർ ഈസ് m/n. ഒരു മെട്രിക്സിൽ m റോകളും അതുപോലെ n കോളംസും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എന്താ? m/n. അപ്പോൾ ഇതിൽ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? ഇത് നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2/3. അപ്പോൾ 2/3 മെട്രിക്സ് ആണിത്. ഇതോ 2/2 മെട്രിക്സ് ആണ്. അത് 2/2 മെട്രിക്സ്. ഇപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ട്, അതിൽ m റോസും n കോളംസും ആണെങ്കിൽ അതിൻ്റെ ഓർഡർ m/n. ഇഫ് ദ ഓർഡർ ഓഫ് എ മെട്രിക്സ് m/n, നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, അത് mn ആയിരിക്കും. ഓർഡർ എന്ന് പറഞ്ഞാൽ m/n. ഇപ്പോൾ ഈ ഒരു മെട്രിക്സിൽ നമ്മൾ നോക്കുക, ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ ഓർഡർ നമ്മളായി നോക്കുക. ഇതൊന്നും നമുക്ക് തരുന്നതല്ല, ഇത് ഓർഡർ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ട് നമ്മൾ ആദ്യം നോക്കുക. അത് എന്ത് മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ അത്രയും. ഇപ്പോൾ ഇത് എന്ത് മെട്രിക്സാണ്? 2/3 മെട്രിക്സ്. അതായത് 2 into 3 6 എലമെൻറ്റ്സ് ആണ് ഇതിലുള്ളത്. 1 2 3 4 5 6. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ അതിൽ mn എലമെൻറ്റ്സ് ഉണ്ടാവും. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെൻറ്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ടേക്ക്? ഒരു മെട്രിക്സിൽ 8 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഓർഡേഴ്സ് അതിനാവാം? 8 ആണ് നമുക്ക്. അപ്പോൾ നമുക്കറിയാമല്ലോ 8 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? 1/8 മെട്രിക്സ് ആവാം. അതുപോലെ 2/4 മെട്രിക്സ് ആവാം, 8/1 മെട്രിക്സ് ആവാം, 4/2 മെട്രിക്സ് ആവാം. അപ്പോൾ അതിൽ 8 എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡേഴ്സ് എന്തൊക്കെയാവാം എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഓഫ് മെട്രിക്സ് ഹാവിങ് 7 എലമെൻറ്റ്സ്? 7 എലമെൻറ്റ്സ് ആണ് ഉള്ളെങ്കിൽ അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? എങ്ങനെയാവാം? 7 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ ഓർഡേഴ്സ് വരാം? അതിന് 1/7 ആവാം, അല്ലെങ്കിൽ 7/1 ആയിരിക്കാം.
മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സ് mn ആയിരിക്കും. ഇതിൽ ഓർഡർ എത്രയാ? 2x2 മെട്രിക്സ് ആണിത്. 2x2 മെട്രിക്സ് അല്ലേ? 2x2 മെട്രിക്സ് ആണെങ്കിൽ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? 2x2 എന്നല്ല. അപ്പോൾ അതിൽ 2 × 2 ചെയ്യാം. 4 എലമെൻറ്റ്സ് ആണല്ലോ ഇതിലുള്ളത്. അതുപോലെ 2x3 മെട്രിക്സ് ആണ് ഇതെങ്കിൽ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 2 × 3 ചെയ്യാതെ 6 എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നോക്കുക, 1 2 3 4 5 6. എന്താണ് ഓർഡർ? എങ്ങനെയാണ് അതിൻ്റെ ഇതിലെ ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു മെട്രിക്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് റെക്റ്റാങ്കുലർ ആയിട്ട് ഒരു ഓർഡറിൽ ഇങ്ങനെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എഴുതുക. അതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സ് എഴുതുമ്പോൾ ഇത് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മൾ ഇടേണ്ടത്, സ്ക്വയർ ബ്രാക്കറ്റ്. പിന്നെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൽ റോസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. Construct a 2x2 matrix A equal to matrix Aij where Aij equal to I/j. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 2x2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് 2x2 മെട്രിക്സ്? അതിൻ്റെ അർത്ഥം എന്താ? 2 റോകളും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. 2x2 മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? A equal to മെട്രിക്സ് A11 A12. അതിൻ്റെ അർത്ഥം എന്താ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അടുത്ത എലമെൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയാം A13 A14 A15 അങ്ങനെ. ഇതെങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക? A21, അതായത് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് കോളം. സെക്കൻഡ് ഇത് റോ സെക്കൻഡ് അല്ല, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ A21 A22, അപ്പുറത്തോ A23, അങ്ങനെ തന്നെ പോകും. ഇനി മൂന്നാമത്തെ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മൂന്നാമത്തെ റോയോ അപ്പോൾ A31 A32 A33 അങ്ങനെ പോവും. നമ്മളിത് എഴുതാൻ ആദ്യം പഠിക്കണം. അപ്പോൾ നമ്മളോട് 2x2 മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റോകളും 2 കോളവും ഉള്ള മെട്രിക്സ്. അപ്പോൾ ആദ്യം നമ്മളിത് എഴുതാം. A equal to മെട്രിക്സ് A11 A12 A21 A22. ഇതാണല്ലോ 2x2 മെട്രിക്സ്. 2 റോകളും 2 കോളവും ഉള്ളൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇനി നമ്മളോട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് Aij equal to I/j. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് Aij equal to I/j എന്ന്. I എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് എടുക്കണ്ടേ, J എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലമെൻ്റ് എടുക്കണ്ടേ. അപ്പോൾ ഈ ഒരു 2x2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം ഈ പറഞ്ഞ കണ്ടീഷനിൽ. അപ്പോൾ ഈക്വൽ ടു Aij equal to I/j. ഇതിലേതാ I? 1/1 ഒന്നാമത്തെ, 1/2 രണ്ടാമത്തെ എലമെൻ്റ് ആയില്ലേ, 2/1 2/2 അങ്ങനെ ആ പറഞ്ഞ കണ്ടീഷനിൽ ഒരു 2x2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ Aij equal to I/j. ആ കണ്ടീഷനിൽ ഒരു 2x2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഈക്വൽ ടു 1/1 എത്രയാണ്? 1/2 2/1 എന്ന് പറയുമ്പോൾ 2/2 1. മനസ്സിലായോ? നമുക്ക് ഒരു 2x2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 2/2 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക A11 A12 A21 A22. ഈ പൊസിഷനാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. ഇത് എന്താ കാണിക്കുന്നത്? പൊസിഷനാണ്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലായിട്ടുള്ള എലമെൻ്റ് ആണിത്. ഇതാണെങ്കിലോ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ, സെക്കൻഡ് കോളം ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. ഇതിൻ്റെയോ A21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇത് എഴുതാൻ ഇങ്ങനെ പഠിക്കണം. ഒരു മെട്രിക്സ് 3/3 എന്ന് പറയുമ്പോൾ 3/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതുക? A11 A12 A13 A21 A22 A23 A31 A32 A33. അതാണ് എന്ത്? 3/3 മെട്രിക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസ്ട്രക്ട് a 3/2 മെട്രിക്സ്. A equal to matrix Aij where Aij equal to 1/2 into I minus 3j. Aij equal to 1/2 into I minus 3j. ആ കണ്ടീഷനിലുള്ള ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 3/2 മെട്രിക്സ് ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3/2 എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താ? 3 റോസും 2 കോളംസും. 3 റോസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ? A11 A12 ഇത് കണ്ടോ 2 കോളാ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ 2 കോളം, 3 റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ 3 എണ്ണം വേണം. അപ്പോൾ A11 ആദ്യം നമ്മൾ അതിൻ്റെ ആ ഫോർമാറ്റ് ചെയ്താൽ A11 A12 A21 A22 A31 A32 ഇങ്ങനെ എഴുതി. അതിനുശേഷം ആ കണ്ടീഷൻ വെച്ച് നമ്മൾ ചെയ്യണം. ഓരോ പൊസിഷനിൽ ഏത് എലമെൻറ്റാണ് വരാമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട്
A11 ഈക്വൽ ടു ക്വസ്റ്റ്യൻ എന്താ കണ്ടീഷൻ തന്നിട്ടുള്ളത് 1/2 ഇൻറ്റു ഐ മൈനസ് 3j 1/2 ഇൻറ്റു ഐ എന്നുള്ളടത്ത് ഫസ്റ്റ് എലമെൻറ്റ് കിട്ടുന്നതിൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ഇപ്പോൾ ഈ എലമെൻറ്റ് കിട്ടണമെങ്കിൽ ഐയുടെ അവിടെ ഇത് ഇട്ട് കൊടുക്കുക, ജെയുടെ അവിടെ ഈ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വരിക 1 മൈനസ് 3 ഇൻറ്റു 1 ഇതാണ് ഐ മൈനസ് 3j ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 1 മൈനസ് 3 എത്രയാണ് -2 മോഡുലസ് ആയതുകൊണ്ട് സൈൻ പോയി. അപ്പോൾ എന്താ വരിക 1/2 ഇൻറ്റു -2 അത് മോഡുലസ് നിന്നായപ്പോൾ സൈൻ പോയി 1/2 ഇൻറ്റു 2 എന്നായി മാറിയപ്പോൾ 2/1 അല്ല 2/2 ഈക്വൽ ടു 1. മനസ്സിലായോ? ഇതിൽ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വിത്തൗട്ട് സൈൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞ ഉള്ളിൽ -2 നമുക്ക് കിട്ടിയത് മോഡുലസിന് പുറത്തേക്ക് വരുമ്പോൾ അത് 2 ആയി മാറി. അപ്പോൾ 2/2 ഈക്വൽ ടു 1 നമുക്ക് കിട്ടി. A12 അതുപോലെ കണ്ടുപിടിക്കുക 1/2 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 2 ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 1 മൈനസ് 6 ഈക്വൽ ടു 1/2 ഇൻറ്റു -5 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് -5 മോഡുലസ് ഓഫ് -5 എന്ന് പറഞ്ഞാൽ എന്താ 5 അപ്പോൾ 5/2. ഇനി നമുക്ക് A21 എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കുക 1/2 ഇൻറ്റു ഐ മൈനസ് 3j എന്നാണ്. ഐ നമ്മളോട് ഇവിടെ 2 ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഐ ഇത്. അപ്പോൾ ഐ മൈനസ് 3j എന്ന കണ്ടീഷനിൽ നമ്മളോട് 3/2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 1/2 ഇൻറ്റു മെട്രിക്സ് 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 3j എന്നുള്ളടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 3 ഇൻറ്റു 1 അപ്പോൾ എന്താ വരിക 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 3 ഈക്വൽ ടു 1/2. ഇനി A22 കണ്ടുപിടിക്കണം. ഇതേ കണ്ടീഷനിൽ തന്നെ 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 3 ഇൻറ്റു 2 ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 6 ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ എന്താ വരിക -4 വരും. മോഡുലസ് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് 4 ആയി മാറി 4/2 ഈക്വൽ ടു 2. A31 കണ്ടുപിടിക്കുക. അതുപോലെ A32 കണ്ടുപിടിക്കുക. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇതിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എല്ലാം വാല്യൂ ഇട്ട് കൊടുക്കുക. പറഞ്ഞ കണ്ടീഷനിൽ ഇട്ട് കൊടുക്കണം. ij ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് ഐ മൈനസ് 3j. ഐ എന്ന് പറയുമ്പോൾ ഈ കേസിൽ ഐ എന്ന് പറയുമ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജെ എന്ന് പറയുമ്പോൾ ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഐ എന്ന് പറയുമ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ജെ എന്ന് പറയുമ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഈ പൊസിഷനിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ആൻസർ ഇതിട്ട് A ഈക്വൽ ടു മെട്രിക്സ് 1 5/2 1/2 2 0 3/2. ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ മനസ്സിലായോ? നന്നായി ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ്. ഫസ്റ്റ് വൺ കോളം മെട്രിക്സ്. മെട്രിക്സ് ഹാവിങ് ഓൺലി 1 കോളം. കോളം ഒന്നാണെങ്കിൽ നമ്മൾ അതിന് പറയും എന്ത്? കോളം മെട്രിക്സ് എന്ന് പറയും. കോളം ഒന്നാണ് ഉണ്ടാവാൻ പാടുള്ളത്. ദ പോസിബിൾ ഓർഡർ ഓഫ് എ കോളം മെട്രിക്സ് ഈസ് m/n. റോയുടെ എണ്ണം എത്ര വേണമെങ്കിലും ആവാം, കോളം ഒരെണ്ണ പാടുള്ളൂ. എക്സാമ്പിൾ എന്താ? A ഈക്വൽ ടു മെട്രിക്സ് 1 2 3. ഇതിൽ എത്ര കോളം ഉണ്ട്? ഒരു കോളം. എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. അപ്പോൾ റോയല്ല നമ്മൾ നോക്കുന്നത്, കോളം ഒന്നാണെങ്കിൽ അത് കോളം മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഓർഡർ എത്രയായിരിക്കും? പോസിബിൾ ഓർഡർ ആയിരിക്കും എത്രയാണ്? m/1 എന്നായിരിക്കും. ഒരു കോളം റോ എത്ര വേണമെങ്കിലും ആവാം, കോളം 1. റോ മെട്രിക്സ്. Matrix having only one row. The order of the row matrix is of the form 1/n. ഇപ്പോൾ നമ്മുടെ മെട്രിക്സിൽ ഒരു റോയാണ് ഉള്ളതെങ്കിൽ അതിന് പറയും റോ മെട്രിക്സ് എന്ന് പറയും. കോളല്ല, റോ ഒന്നാവണം. പിന്നെ കോളം എത്ര വേണമെങ്കിലും ആവാം. A ഈക്വൽ ടു മെട്രിക്സ് 2. എത്ര കോളം എത്ര റോ ഉണ്ട്? 1/1. 1 റോ 1 കോളമാണ് ഇതിലുള്ളത്. ഇപ്പോൾ റോ 1 ആയാൽ അതെന്തായി? റോ മെട്രിക്സ് ആയി. B ഈക്വൽ ടു മെട്രിക്സ് 2 3 4. അപ്പോൾ 1/3 മെട്രിക്സ് ആണിത്. 3 കോളം അല്ലേ? ഒരു കോളം ബി, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. നമുക്ക് കോളമല്ല നോക്കേണ്ടത്, റോ എന്നാണെങ്കിൽ റോ മെട്രിക്സ്. സി ഈക്വൽ ടു മെട്രിക്സ് 1 2. ഇതൊരു 1/2 മെട്രിക്സ് ആണ്. അപ്പോൾ എന്തിന് എക്സാമ്പിളാണ്? റോ മെട്രിക്സിന് എക്സാമ്പിൾ. നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ്. മെട്രിക്സ് ഹാവിങ് സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും സെയിം ആണെങ്കിൽ നമ്മളതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. A ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4. ഇതിൽ എത്ര റോയും എത്ര കോളവും ഉണ്ട്? റോ എത്ര ഉണ്ട് ഇതിൽ? ഉണ്ടോ? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. ഇതിൽ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കണ്ടോ 2 റോയും 2 കോളവും. അപ്പോൾ റോസിൻ്റെ നമ്പറും കോളത്തിൻ്റെ നമ്പറും സെയിം ആണ്. അപ്പോൾ ഇതെന്താ? സ്ക്വയർ മെട്രിക്സ്. അനദർ എക്സാമ്പിൾ B ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6 7 8 9. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇതിൽ റോസിൻ്റെ എണ്ണം എത്രയാണ്? 3.
കോളത്തിൻ്റെ എണ്ണം എത്രയാണ് 3. അപ്പോൾ സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ്. മെട്രിക്സ് ഹാവിംഗ് ഓൺലി 1 കോളം മെട്രിക്സ്. മെട്രിക്സ് ഹാവിംഗ് ഓൺലി 1 റോ മെട്രിക്സ്. മെട്രിക്സ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സ്ക്വയർ മെട്രിക്സ്. ഇനി നമുക്ക് ഡയഗണൽ മെട്രിക്സ് പഠിക്കാനുണ്ട്, സ്കാലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, അങ്ങനെ കുറച്ചുകൂടി മെട്രിക്സസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.